ചലച്ചിത്രോത്സവത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സന്തോഷവും എന്നുള്ളൊരു ആശങ്കയും ഉള്ളൊരു ഘട്ടമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ സിദ്ധാർത്ഥൻ, അടൂർ അഭിഭാഷകനാണ്. 19 വർഷമായിട്ട് ഫെസ്റ്റിവലിന് വരുന്നു. അടൂർ ചിദംബരം ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകനും സെക്രട്ടറിയും ഒക്കെയാണ്. ഇന്ന് ഫെസ്റ്റിവൽ 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. പൊതുവേ ഫെസ്റ്റിവലിനെ കുറിച്ച് ഈ 4 ദിവസത്തെ ഒരു വിലയിരുത്തലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ചിത്രങ്ങളാണല്ലോ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ. പക്ഷേ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വന്നിട്ടുള്ള ചിത്രങ്ങളിൽ ഞാൻ കണ്ട ചിത്രങ്ങളിലൊരു 80% യാതൊരു നിലവാരവും ഇല്ലാത്ത ചിത്രങ്ങളായിപ്പോയി എന്നുള്ളതാണ്. പിന്നൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ കുറച്ച് സമയം കൊണ്ട് തീരുന്ന സിനിമ ആയതുകൊണ്ട് കണ്ടിരിക്കാം എന്നുള്ള ഒരവസ്ഥയിലാണ്. പ്രധാനമായിട്ടും ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വന്നിട്ടുള്ള സിനിമകളിൽ സിനിമ ഈ സംഭാഷണങ്ങളിലൂടെ വികസിച്ച് പോകുന്ന അന്യഭാഷാ സിനിമകൾ കാണുന്നത് വലിയ പ്രയാസകരമാണെന്നുള്ളതാണ്. കാരണം അതിൻ്റെ സബ്ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് അത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനകത്ത് ആശയ സമ്പുഷ്ടതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ സിനിമ എന്ന് പറയുന്നത് കാഴ്ചയുടെ കലയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ സംഭാഷണങ്ങളോട് വികസിക്കുന്ന ഒരു സിനിമ അത് കാഴ്ചക്കാരനെ മടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായം അതാണ്. ഇവിടെ കണ്ട ഒട്ടുമിക്ക ചിത്രങ്ങളും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിനിമ കണ്ട കാര്യമില്ല. കാരണം ആശയസമ്പുഷ്ടതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ഫിലോസഫി ബുക്കോ അല്ലെങ്കിൽ ഫിക്ഷനോ വായിച്ചാൽ മതിയാവും. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ കാഴ്ചയുടെ ആഘോഷമായിട്ട് നിലനിർത്തുന്ന അത്തരം സിനിമകൾ കാണുക എന്നുള്ളതാണ് ചലച്ചിത്രോത്സവത്തിൽ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും മികച്ച ചില സിനിമകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റി. ഇത്തവണ അതിൻ്റെ ഈ 4 ദിവസം കൊണ്ട് മികച്ച സിനിമകളുടെ എണ്ണം കുറവായിരുന്നു എങ്കിൽ തന്നെയും അതിലെ മികച്ച സിനിമകൾ മൈ ഫേവററ്റ് കേക്ക് ഒന്നാന്തരം സിനിമയായിരുന്നു. പിന്നെ ഇന്നലെ കണ്ട ദ ഡിവോഴ്സ് എന്ന ഖസാക്കിസ്ഥാൻ സിനിമ ഗംഭീര അനുഭവം തന്നു. അപ്പം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളും ഉണ്ട്. എന്തായാലും ഇന്ന് ഏറെ പ്രശംസനീയമായി കണ്ട ഒരു ചിത്രം പഴയ നീലക്കുയിലാണ്. നീലക്കുയിൽ നിറഞ്ഞ സദസ്സിലാണ് നിളയിൽ ഇന്ന് കണ്ടത്. അപ്പം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലൂടെ മികച്ച ചിത്രങ്ങൾ കാണാൻ കഴിയും എന്ന് കരുതുന്നു. നല്ല സിനിമകൾ മാത്രം കിട്ടുക എന്ന് പറയുന്നത് പ്രയാസകരമാണല്ലോ. നല്ലതും ചീത്തയും കൂടി വരുമ്പോഴാണല്ലോ ശരിക്കും നല്ലത് ഏതാണെന്നും മോശം ഏതാണെന്നും പറയുന്നത്. എന്തായാലും നല്ല സിനിമകളുടെ ഒരു ആഘോഷം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.